ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമെ എന്നിങ്ങനെ കണ്ട് കീഴെ പോയിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. മക്കളെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ സെറ്റ് ആക്കാൻ വേണ്ടി പോകുന്നത് ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമയുടെ ഫുൾ മാർക്ക് ആണ് എന്നുള്ളതാണ്. സോ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. I am Chesna, your English tutor. So today we are going to deal with job application and resume. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എന്താ ഈ ജോബ് ആപ്ലിക്കേഷൻ റെസ്യൂമെ എന്ന് പറഞ്ഞാൽ അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ആ പേരിലേക്ക് തന്നെയാണ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, സോ ജോബ് ആപ്ലിക്കേഷൻ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലേക്ക് ഓർമ്മ വരണം? നമ്മളിപ്പോൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ, ഏത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണ് നമ്മൾ അയക്കുക? ശരിക്കും ഫോമൽ ലെറ്റർ ആണ് എന്നുള്ളത് അല്ലേ? അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്? നമ്മളൊരു ഫോമൽ ലെറ്റർ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയണം കൃത്യമായിട്ട്. സോ ഈ ഒരു ഫോമൽ ലെറ്റർ അഥവാ ഇതൊരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആയതുകൊണ്ട് ഒരു ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നിർബന്ധമായിട്ടും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്? ആൻഡ് റെസ്യൂമെ എന്നുണ്ട് അല്ലേ? അഥവാ നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ജോബിന് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ മാത്രം അയച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് അറ്റാച്ച് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ റെസ്യൂമെ. അതായത് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ എക്സ്പീരിയൻസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ട് താഴെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്യണം എന്നുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എക്സാമിന് +2 അല്ലേ? +2 നമ്മുടെ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമെ എന്നൊരു ചോദ്യം കണ്ടാ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഒരു ഫോമൽ ലെറ്റർ നമ്മൾ എഴുതണം എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ജോബ് ആപ്ലിക്കേഷന്റെ ഒരു ഫോമൽ ലെറ്റർ നമ്മൾ അവിടെ എഴുതാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? രണ്ടാമതായിട്ട് നമ്മൾ തൊട്ട് താഴെയായിട്ട് നമ്മുടെ റെസ്യൂമെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? അത് കഴിഞ്ഞിട്ടോ മേലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ, അഥവാ നമ്മുടെ റെസ്യൂമേൽ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ശരിയാണ്, സത്യസന്ധമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഡിക്ലറേഷൻ അവിടെ കൊടുക്കണം എന്നല്ല. ഓക്കെ, അപ്പൊ മൂന്നാമതായിട്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഡിക്ലറേഷനും കൂടി നമ്മൾ അവിടെ കൊടുക്കുക എന്നല്ല. ഓക്കെ, അപ്പൊ ഇത്രയും 3 കാര്യങ്ങൾ എന്ത് ചെയ്യരുത്? നമ്മൾ മറക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെയാണെങ്കിൽ മക്കളെ, നമ്മൾ ഇനി നേരെ ഒരു ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുക എന്നുള്ള. സോ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും. യു ഹാപ്പൻ ടു സീ an advertisement in the Indian Express daily seeking qualified hands for the post of accountant in a reputed firm. You wish to apply for the job. Prepare an application with a resume. അല്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു അഡ്വർടൈസ്മെന്റ് കാണാം അല്ലെ? ഒരു പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇന്ത്യൻ എക്സ്പ്രസിലാണ് കാണുന്നത്. എന്തിലേക്കാണ്? ഒരു അക്കൗണ്ടന്റ് ആയിട്ട് അല്ലെ? അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കാണ് ഇവർ ഹയർ ചെയ്യുന്നത്. ഓക്കെ, ഒരു ഫേമിലേക്ക് അല്ലെ? ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്ക് ഇവർ അക്കൗണ്ടന്റിനെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവര് ഹയർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യാന്ന് വിചാരിക്കും അല്ലെ? യു വിഷ് ടു അപ്ലൈ ഫോർ ദ ജോബ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് അതേപോലെ തന്നെ അതിന്റെ റെസ്യൂമെ നമ്മളോട് തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? യെസ്, എവിടെ അല്ലെ? എവിടെയാണ് ഈ ഒരു അഡ്വർടൈസ്മെന്റ് നമ്മൾ കണ്ടിട്ടുള്ളത്? എന്നാ കണ്ടിട്ടുള്ളത്? ഏത് പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ആൻഡ് എന്തുകൊണ്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്? എന്റെ ക്വാളിഫിക്കേഷൻ എന്താ? എന്റെ എക്സ്പീരിയൻസ് എന്താണ്? ഞാൻ എന്താണ് ഈ ഒരു ജോലിയിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ? എനിക്ക് നിങ്ങളുടെ കമ്പനിയിലേക്ക് എന്ത് ഉറപ്പ് തരാൻ വേണ്ടി പറ്റും? ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? റെസ്യൂമെ നമ്മൾ അറ്റാച്ച് ചെയ്യാം. പിന്നെ നമ്മളൊരു ഡിക്ലറേഷൻ കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ നേരെ ആൻസറിലേക്ക് പോവാണ്. സോ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു ഫോമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ അല്ലെ, നമ്മൾ ആദ്യം എന്ത് വേണം അതിന്? യു ഷുഡ് മെൻഷൻ ദ ഫ്രം അഡ്രസ് ദർ. നമ്മൾ ആദ്യം തന്നെ ഫ്രം അഡ്രസ് നമ്മൾ അവിടെ കൊടുക്കണം. ദെൻ ആഫ്റ്റർ നമ്മൾ എന്ത് മെൻഷൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഡേറ്റ് അല്ലെ? എന്നാണോ ലെറ്റർ അയക്കുന്നത് ആ ഡേറ്റ് നമ്മൾ കൊടുക്കണം. സോ നോക്ക്, ഫ്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുമാർ, സ്നോലൈൻ സ്ട്രീറ്റ്, ന്യൂ ഡൽഹി. ഓക്കെ, ഫ്രം അഡ്രസ് സെറ്റ്. അത് കഴിഞ്ഞിട്ടോ നമ്മൾ ഇവിടെ ഡേറ്റ് കൊടുത്തു. ദെൻ അതും കഴിഞ്ഞിട്ട് നോക്ക്, ആർക്കാണ്? ദ മാനേജർ ABC പ്രൈവറ്റ് ലിമിറ്റഡ് ചെന്നൈ അല്ലെ? നമ്മൾ ജസ്റ്റ് ഒരു കമ്പനീന്റെ പേര് അവിടെ കൊടുത്തു, ABC എന്നാണ് കൊടുത്തത്. ഓക്കെ, ഒരു അൺനോൺ ആയിട്ടാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു അഡ്രസ് ആയിട്ട് ചെന്നൈ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ട? ഒരു ഫോമൽ അല്ലെ? ഒരു ഫോമൽ ആയിട്ടുള്ള ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? സല്യൂട്ടേഷൻ വേണം. അപ്പോൾ ഡിയർ സർ, ഓ ഡിയർ മാഡം എന്ന് നമുക്ക് കൊടുക്കാം. And after that you have to mention the subject there അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സബ്ജക്ട് എന്താണോ അത് നമ്മൾ അവിടെ കൊടുക്കണം. സോ ഇവിടെ നമ്മുടെ സബ്ജക്ട് എന്താ? നമ്മളൊരു അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ? ഓക്കെ, സോ നോക്ക്, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് അക്കൗണ്ടന്റ്. അപ്പൊ നമ്മുടെ വിഷയം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ഓക്കെ, സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു 1 ലൈനിൽ ആയിട്ട് തന്നെ നമ്മൾ സബ്ജക്ട് ഒതുക്കണം കേട്ടോ. അതിൽ കൂടുതലൊന്നും എന്ത് ചെയ്യേണ്ട? നമ്മുടെ സബ്ജക്ട് നമ്മൾ നീട്ടി പരത്തേണ്ട. ഒരു സിംഗിൾ ലൈനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ സബ്ജക്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ സബ്ജക്ട് നമ്മൾ കൊടുത്തു.
സോ അത് കഴിഞ്ഞിട്ട് നോക്ക് പറയുന്നത് എങ്ങനെയാ, ഇൻ റെസ്പോണ്ട് ടു യുവർ അഡ്വർടൈസ്മെന്റ് ഇൻ ദ ഇന്ത്യൻ എക്സ്പ്രസ് ഡേറ്റഡ് 25th അല്ലെ 11th 2021 എന്ന് പറഞ്ഞു. എന്നിട്ടോ അല്ലെ നമ്മൾ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് കണ്ടത് എന്ന് പറഞ്ഞു, ഡേറ്റ് നമ്മൾ പറഞ്ഞു. സോ I would like to apply for the post of accountant in your company. നിങ്ങളുടെ കമ്പനിയിൽ അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ ഇൻ കൊമേഴ്സ് വിത്ത് 80% മാർക്ക് അല്ലേ. അപ്പോൾ എനിക്ക് എന്തുണ്ട്, കൊമേഴ്സിൽ അല്ലെ, കൊമേഴ്സിൽ ഗ്രാജുവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു, 80% മാർക്കോട് കൂടിയിട്ട് അല്ലെ ഗ്രാജുവേറ്റഡ് ആയിട്ടുണ്ട്, ബിരുദമുണ്ട്. ഐ ഹാവ് ഓൾസോ കംപ്ലീറ്റഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇവിടെ എന്തുണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമയും ഉണ്ട് ഇവർക്ക് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ ക്ലർക്ക് ഇൻ എ പ്രൈവറ്റ് കമ്പനി ഫോർ ദ ലാസ്റ്റ് 3 years എന്നാ പറഞ്ഞത് അല്ലെ. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ഒരു ക്ലർക്ക് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. ഇഫ് ഐ ആം സെലക്ടഡ്, ഞാനല്ലേ എന്നെ സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ, ഐ വിൽ വർക്ക് ഹാർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് യുവർ കമ്പനി. നിങ്ങളുടെ കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യും എന്നുള്ള അല്ലെ, അടിപൊളിയായിട്ട് ഞാൻ വർക്ക് ചെയ്യും. മൈ റെസ്യൂമേ ഈസ് എൻക്ലോസ്ഡ് ഹിയർ വിത്ത്. എൻ്റെ റെസ്യൂമേ എന്ത് ചെയ്യുന്നുണ്ട്, തൊട്ട് താഴെ തന്നെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു അറ്റ് ദ ഏർലിയസ്റ്റ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, റിപ്ലൈ നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ള രീതിയിലാണ് പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണോ ഒരു ഫോമൽ ലെറ്റർ നമ്മൾ നിർത്തണം, അതേപോലെ തന്നെ യുവേഴ്സ് ട്രൂലി, ദെൻ അത് കഴിഞ്ഞിട്ട് SD അല്ലേ സൈൻഡ് എന്ന് കൊടുക്കുക, ദെൻ അതേപോലെ നെയിം അവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇപ്പം എന്ത് സെറ്റായി, നമ്മുടെ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ നമ്മൾ ഇവിടെ സെറ്റാക്കി. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം, റെസ്യൂമേ നമ്മൾ അറ്റാച്ച് ചെയ്യണം അല്ലേ. സോ റെസ്യൂമേയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്, ആദ്യം നമ്മുടെ നെയിം കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഫ്രമിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് പേരെന്താണ്, കുമാർ എന്നുള്ളൊരു പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ റെസ്യൂമേയിൽ എന്താ വരിക, നെയിം കുമാർ എന്ന് പറഞ്ഞു, ദെൻ ഏജ്, ദെൻ പ്രസന്റ് അഡ്രസ് എന്തൊക്കെയാണ്, ഫോൺ നമ്പർ, ഇമെയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അഥവാ എന്ത് ചെയ്യുക, ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ ഒരാളുടെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാണല്ലോ, ഇവിടെ ഇപ്പൊ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു ജോലിയിലാണ്. അപ്പം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്, അത് നമ്മൾ എന്തായാലും റെസ്യൂമേയിൽ കൊടുക്കണം. സോ ടു ബിക്കം ആൻ എക്സ്പെർട്ട് അക്കൗണ്ടന്റ് എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ അതെന്തായാലും ഏതൊരു ജോലിയായാലും നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ കൊടുക്കണം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് അല്ലെ. സോ ഈ ആൾക്ക് എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ്, MCOM ഉണ്ട്, ദെൻ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ അത് രണ്ടും ഇവരുടെ ക്വാളിഫിക്കേഷൻ ആണ്. ദെൻ അത് കഴിഞ്ഞിട്ടോ എക്സ്പീരിയൻസ് ഇവിടെ പറയുന്നുണ്ട് അല്ലെ, എക്സ്പീരിയൻസ് പറയുന്നുണ്ടോ. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ജസ്റ്റ് എന്താ നിങ്ങളുടെ വിദ്യാഭ്യാസം അല്ലെ, ആ ക്വാളിഫിക്കേഷൻ മാത്രം പറയാതെ പ്ലസ് നിങ്ങൾക്ക് എന്തും കൂടി ആഡ് ചെയ്യടാ, യൂണിവേഴ്സിറ്റി ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതായത് എവിടുന്നാ പഠിച്ചത്, ഏത് കൊല്ലാ നമ്മൾ പാസ് ഔട്ട് ആയിട്ടുള്ളത്, എത്ര മാർക്കാ നമുക്ക് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റെസ്യൂമേൽ നമുക്ക് കൊടുക്കാം. ദാറ്റ്സ് ബെസ്റ്റ്. ഓക്കെ, അതാണ് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് നോക്ക്, എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് അല്ലെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3 years ഓഫ് എക്സ്പീരിയൻസ് ആസ് എൻ അക്കൗണ്ടന്റ് ഇൻ എ പ്രൈവറ്റ് ഫേം അല്ലെ. ഒരു പ്രൈവറ്റ് ഫേമിൽ 3 years എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എക്സ്പീരിയൻസിന്റെ ആ സർട്ടിഫിക്കറ്റ് എൻക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. ഓക്കെ, അതിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ അല്ലെ. അപ്പൊ ഇതൊക്കെ ആളുടെ എക്സ്പീരിയൻസ് ആണ്. സോ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞിട്ടോ സ്കിൽസ് അല്ലെ, ഏതൊക്കെയാണ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്, ആളുടെ സ്കിൽസ് ആണ് എന്നല്ല. അതേപോലെ തന്നെ അറിയാവുന്ന ഭാഷകൾ ഏതൊക്കെയാണ്, ലാംഗ്വേജസ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്, മലയാളം, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആളുടെ ഇൻട്രസ്റ്റ് എന്തിലൊക്കെയാണ് അല്ലെ, ക്രിക്കറ്റ്, റീഡിങ്, സ്വിമ്മിങ്, ഇതൊക്കെ ആക്കി ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, മൂന്നാമത്തെ കാര്യമാണ് അഥവാ നമ്മുടെ ഡിക്ലറേഷൻ. സോ ഐ hereby declare that the details given above are true to the best of my knowledge and belief അല്ലെ. എൻ്റെ അറിവില് എൻ്റെ വിശ്വാസത്തിൽ എന്താണ് മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് ശരിയാണ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, സത്യസന്ധമാണ് എന്നുള്ളതാണ്. താങ്കിങ് യു എന്നിട്ട് സിഗ്നേച്ചർ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് തയ്യാറാക്കേണ്ടത്, ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമേ നമ്മൾ തയ്യാറാക്കേണ്ടത് എന്നുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മൾ നേരത്തെ അല്ലേ കഴിഞ്ഞ എക്സാമിനൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സമ്മാൻ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജോബ് ആപ്ലിക്കേഷൻ റെസ്യൂമേ അല്ലെ എങ്ങനെയായിരിക്കും എന്നുള്ള. അതേപോലെ തന്നെ നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചാപ്റ്ററാണ് നമ്മുടെ ദീദിയുടെ അല്ലെ. ഷെയ്ൻ മിസ്രി നമ്മുടെ ടീച്ച് ഫോർ ഇന്ത്യയുടെ CEO ആയിട്ട് വർക്ക് ചെയ്യാണ്. സോ അങ്ങനെയാണെങ്കിൽ അല്ലെ അവർക്ക് നമ്മൾ അയക്കുന്ന ഒരു ജോബ് ആപ്ലിക്കേഷൻ റെസ്യൂമേ ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. സോ ഇവിടെ നോക്ക്, ചോദ്യം എന്താണ്, യു ഹാപ്പൻ ടു സീ ആൻ അഡ്വർടൈസ്മെന്റ് ഇൻ ദ ഹിന്ദു ഡെയിലി ദാറ്റ് ടീച്ച് ഫോർ ഇന്ത്യ, ആൻ ഇനിഷ്യേറ്റീവ് ബൈ ഷെയ്ൻ മിസ്രി seeking volunteers
volunteers to teach the children in low income areas. If you were to apply for this vacancy, what would you write in your application resume? അല്ലെ, അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, ടീച്ച് ഫോർ ഇന്ത്യയിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഷെയ്ൻ മിസ്ത്രി ആണ് ഇതിന്റെ CEO ഒക്കെ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടീച്ച് ഫോർ ഇന്ത്യയിലേക്ക് ഒരു അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് അല്ലെ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ റെസ്യൂമെ നമ്മൾ തയ്യാറാക്കുക, അതാണ് ഇവിടെ നമ്മളോട് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നേരെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രം അഡ്രസ് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രം അഡ്രസ് കൊടുത്തു, ദെൻ നമ്മൾ ഡേറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ആർക്കാണ് നമ്മൾ അയക്കുന്നത്, ഷെയ്ൻ മിസ്ത്രിക്ക് അല്ലെ. ഷെയ്ൻ മിസ്ത്രി ആണ് ടീച്ച് ഫോർ ഇന്ത്യ മുംബൈ എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, ഡിയർ സർ, ദെൻ സബ്ജക്ട് എന്താ, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചേഴ്സ് ആണ് അല്ലെ. നേരത്തെ ഉള്ളത് എന്തായിരുന്നു, അക്കൗണ്ടന്റ് ആണ്. എന്നാൽ ഇവിടെ എന്താണ്, ജോബിന്റെ അല്ലെ ആ ഒരു ആപ്ലിക്കേഷൻ മാറിയിട്ടുണ്ട്, പോസ്റ്റ് മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടീച്ചിങ് പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നല്ല. ഓക്കെ, സോ നോക്കാം ഇനി നമ്മൾ എങ്ങനെയൊക്കെ പറയണം. അഡ്വർടൈസ്മെന്റ് അല്ലെ എവിടെയാ കണ്ടത്, ഹിന്ദുവിലാണ് കണ്ടത്. ദ ഹിന്ദു ഡേറ്റഡ് 23/07/2021 എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എന്നാ കണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ നോക്ക്, ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചിങ് ഫാക്കൽറ്റി. നേരത്തെ അക്കൗണ്ടന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ടീച്ചിങ് ഫാക്കൽറ്റിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ഇൻ യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, മറ്റത് നമ്മൾ ഇൻ യുവർ ഫേം എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് സ്ഥാപനമാണ്, അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നോക്ക്, ഐ ഹാവ് എ പാഷൻ ഫോർ ടീച്ചിങ്. ഐ ആം ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് സോഷ്യൽ സർവീസ് അല്ലെ. സോഷ്യൽ സർവീസിലും എനിക്ക് എന്ത് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഹെൻസ് that it would be a pleasure for me to serve in your esteemed institution. As for my qualification, I have passed MA in English. MA English എൻ്റെ qualification പറയാണ് കേട്ടോ. MA English ഉണ്ട്, കേരള യൂണിവേഴ്സിറ്റി നിന്നാണ് പാസ് ഔട്ട് ആയത്. ആൻഡ് ഐ പാസ്ഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ഫ്രം CIEFL ഹൈദരാബാദ് അല്ലേ. അപ്പൊ ഇവിടെ പറഞ്ഞെന്താണ്, PG ഡിപ്ലോമ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹൈദരാബാദിൽ നിന്ന്. Moreover, I have 5 years of experience in the same field. 5 years experience ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. I have enclosed my resume for your further consideration. Sir, I assure you, ഞാൻ ഉറപ്പ് തരാണ് എന്താണ്, if selected, I will do my best to your entire satisfaction അല്ലെ. നിങ്ങളുടെ പൂർണ്ണ തൃപ്തിക്ക് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് ചെയ്യുന്ന എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരുന്നു എന്നുള്ളതാണ്. യുവർ സിൻസിയർലി സിഗ്നേച്ചർ അല്ലെ, എന്ന് ആത്മാർത്ഥതയോട് കൂടി എന്നുള്ള രീതിയിൽ യുവർ സിൻസിയർലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ സിഗ്നേച്ചർ പറയാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, നെയിമും അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, ദെൻ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, യുവർ സിൻസിയർലി എന്ന് കൊടുത്തിട്ട് തൊട്ട് താഴെ തന്നെ നമ്മൾ ഒപ്പ് കൊടുക്കാം, മറക്കരുത്. അപ്പൊ ഇനി റെസ്യൂമെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്തോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിക് ഡീറ്റെയിൽസ് അല്ലെ, നെയിം, അഡ്രസ്, ഇമെയിൽ ID, ഫോൺ നമ്പർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റീവ് നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, ദെൻ എഡ്യൂക്കേഷൻ അല്ലെ. എഡ്യൂക്കേഷൻ പറയുന്ന സമയത്ത് PG ഡിപ്ലോമ ഉണ്ട്, ദെൻ PG ഉണ്ട്, MA ഇംഗ്ലീഷ് ഉണ്ട്, BA ഇംഗ്ലീഷ്, ദെൻ അതേപോലെ തന്നെ SSLC പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഓക്കെ, സോ ഇവിടെ മാർക്ക് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്വാളിഫിക്കേഷൻ പറയുന്ന സമയത്ത് എന്താണോ ക്വാളിഫിക്കേഷൻ അത് പറയാം. പിന്നെ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റിന്റെ പേരൊക്കെ പറയട്ടെ. എവിടെ നിന്നാണ്, കുറച്ചൊരു യൂണിവേഴ്സിറ്റിന്റെ പേര് ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, സോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ തന്നെ. ഓക്കെ, സോ ഇവിടെ യൂണിവേഴ്സിറ്റിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ ഏത് കൊല്ലമാണ് നമ്മൾ പാസ് ഔട്ട് ആയിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്താൽ നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നമ്മൾ എന്തായാലും മെൻഷൻ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യാം, മാർക്ക് മാൻഡേറ്ററി അല്ല, പക്ഷെ എന്ത് ചെയ്യണം, പല കമ്പനികളും ചിലപ്പോൾ മാർക്ക് അവർ പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മാർക്ക് നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും നമ്മൾ എക്സ്പീരിയൻസ് മെൻഷൻ ചെയ്യണം. സോ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു അക്കൗണ്ടിങ് ജോബിലേക്ക് അല്ലെ, അങ്ങനെ ഒരു ജോബിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇത് നമ്മൾ ടീച്ചിങ് ആണ് അല്ലെ, ടീച്ചിങ് ആണ്. സോ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ എക്സാമിന് ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങളോട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേട്ടോ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സോ ഇവിടെ നോക്ക്, ഗവൺമെന്റ് ITIയിൽ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്ട്രക്ടർ ആയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗസ്റ്റ് ലെക്ചർ അല്ലെ എവിടെയായിരുന്നു എന്നുള്ളതെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, TGT ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളതെല്ലാം വിത്ത് ഏതൊക്കെ കൊല്ലമാണ് എന്നുള്ളത് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആക്ടിവിറ്റീസ് പറയുന്ന സമയത്ത് അല്ലെ എന്തൊക്കെ ആക്ടിവിറ്റീസ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മെമ്പർ ആയിരുന്നു, ദെൻ അതേപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ആയിരുന്നു ASAPന്റെ എന്നുള്ളത്. ദെൻ അച്ചീവ്മെന്റ്സ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇത് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. ഓക്കെ, സോ നോക്ക്, പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി സെമിനാർ ഓൺ ട്രെൻഡ്സ് ഇൻ ടീച്ചിങ് എ ഫോറിൻ ലാംഗ്വേജ് അറ്റ് നാഷണൽ ലെവൽ അല്ലെ, ദേശീയ തലത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെലക്ടഡ് ദ ബെസ്റ്റ് ഒറേറ്റർ അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ്
തേർഡ് റാങ്ക് ഹോൾഡർ ആണ് അല്ലെ PG കേരള യൂണിവേഴ്സിറ്റിയിൽ. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്കില്ല് നമ്മൾ പറയാം. എന്തൊക്കെ സ്കിൽസ് ആണ് എന്നുള്ളത്. ഗുഡ് അറ്റ് ICT ഇന്റഗ്രേറ്റഡ് ELT ഫോർ ദ ബിഗിനേഴ്സ് ആൻഡ് റൈറ്റിംഗ് പോംസ് അല്ലെ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് പോംസ് ഒക്കെ എഴുതാറുണ്ട് എന്നല്ല. കാരണം എന്താണ്, ഇത് നമ്മൾ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു CV ആണല്ലോ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ലാംഗ്വേജസ് ഏതൊക്കെ, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ദെൻ തമിഴ്, ഇതൊക്കെ അറിയാം. ദെൻ ഇൻട്രസ്റ്റ്, ഏതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്മളെ താല്പര്യങ്ങളൊക്കെ അല്ലെ, സോഷ്യൽ സർവീസ്, അതേപോലെ തന്നെ റീഡിംഗ് നോവൽസ്, ഇതൊക്കെ. ദെൻ ഡിക്ലറേഷൻ പറയാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. I hereby declare that all the above given information are true and correct to the best of my knowledge, and if found otherwise I alone shall be responsible. അല്ലെ, മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അറിവിൽ എന്താണ്, സത്യസന്ധമാണ് എന്നാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം ഞാൻ മാത്രമായിരിക്കും ഇതിന്റെ ഉത്തരവാദി എന്നുള്ള അല്ലെ, താങ്കിങ് യു എന്ന് പറഞ്ഞിട്ട് സിഗ്നേച്ചർ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കാൻ വേണ്ടി മറക്കരുത്. എന്താ ശ്രദ്ധിക്കുന്നത്, ഒരു ഫോർമൽ ലെറ്റർ എഴുതാം, അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ റെസ്യൂമെ എഴുതണം അല്ലെ. റെസ്യൂമെ നമ്മൾ അറ്റാച്ച് ചെയ്യണം. റെസ്യൂമെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ അച്ചീവ്മെന്റ്സ്, നമ്മുടെ സ്കിൽസ്, നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ അല്ലെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറയാം. ഇൻട്രസ്റ്റ് പറയാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു ഇതേപോലെയുള്ള ഒരു ഡിക്ലറേഷൻ കൊടുക്കാം. മക്കളെ, അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, റീഡ് ദ ഫോളോയിങ് അഡ്വർടൈസ്മെന്റ് അല്ലെ, ഒരു അഡ്വർടൈസ്മെന്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുക. നോക്ക്, ലെറ്റ്സ് എംപവർ അവർ നാഷൻ എന്നൊരു സമ്മാൻ ഫൗണ്ടേഷനെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അഡ്രസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്താണ്, വാണ്ടഡ് അക്കൗണ്ടൻസ് എന്നുള്ള അല്ലെ, അക്കൗണ്ടൻസിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. സോ അപ്ലൈ വിത്തിൻ 10 days. അപ്പൊ ഡേറ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ ഒരു 10 daysന്റെ ഉള്ളിലായിട്ടുള്ള എന്ത് ചെയ്യുക, ഒരു ഡേറ്റ് തന്നെ നമ്മൾ പ്രിഫർ ചെയ്യുക. ഓക്കെ, ദെൻ ക്വാളിഫിക്കേഷൻ, എനി ഗ്രാജുവേഷൻ ഉള്ള ആൾക്കാർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. സെൻഡ് യുവർ ആപ്ലിക്കേഷൻ വിത്ത് ലേറ്റസ്റ്റ് റെസ്യൂമെ ടു ദ ചെയർമാൻ. എങ്ങോട്ടാണ് അയക്കേണ്ടത് എന്നുള്ള 2 അഡ്രസ് അപ്പോൾ ഇവിടെ പറയുന്നത് കേട്ടോ. 2 അഡ്രസ് ആണ്, ചെയർമാൻ സമ്മാൻ ഫൗണ്ടേഷനിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. സോ യു വിഷ് ടു അപ്ലൈ ഫോർ ദ ജോബ്, പ്രിപ്പയർ ആൻ ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമെ ടു ബി അറ്റാച്ച്ഡ് വിത്ത് ആപ്ലിക്കേഷൻ അല്ലെ. അപ്പോൾ എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു അഡ്വർടൈസ്മെന്റ് തന്നത്, അപ്പോൾ ഇത് എന്താണ് ഇവർ ഹയർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഏത് പോസ്റ്റിലേക്കാണെന്നുള്ളതും എങ്ങോട്ടാണ് നമ്മൾ അല്ലേ ആ ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ അയക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ എന്താവണം എന്നെല്ലാം പറഞ്ഞു. സോ നമ്മളല്ലേ അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അതാണ് നമ്മളോട് ഇവിടെ എഴുതാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ആപ്ലിക്കേഷൻ ലെറ്റർ മാത്രം പോരാ, റെസ്യൂമെയും നമ്മൾ എന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്യണം. അപ്പോൾ തൊട്ട് താഴെ ഒരു ഡിക്ലറേഷനും കൊടുക്കാം. ഓക്കെ, അപ്പോൾ മക്കളെ എന്തായാലും എന്ത് ചെയ്യണം, ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നന്നായിട്ട് എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് ജോബ് ആപ്ലിക്കേഷൻ റെസ്യൂമയുടെ ഫുൾ മാർക്ക് നമുക്ക് സെറ്റ് ആക്കാൻ വേണ്ടി പറ്റണം എന്നുള്ള. സോ നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള. സോ മക്കളെ, വിഷ് യു ആൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സോ കമന്റ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ബൈ.